എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 16 ശ്ലോകം 48, 49, 50, 51, 52 5 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. കാളിയ പത്നിമാരുടെ ആ ഗഹനമായിട്ടുള്ള സ്തുതി തുടരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 48. പരാവരഗതിജ്ഞായ സർവാധ്യക്ഷായ തേ നമഃ. അവിശ്വായ ച വിശ്വായ തൽദ്രഷ്ട്രേസ്യ ച ഹേതവേ. ഒന്നിനോടും ബന്ധമില്ലാതെ ഇരിക്കുന്നവന് എന്ന് 3 ശ്ലോകത്തില് വിവരിച്ചു. അതിന്റെ കാരണം കാണിക്കുകയാണ് ഈ ശ്ലോകത്തില്. അതിസൂക്ഷ്മമായും അതിസ്ഥൂലമായുമുള്ള ഗതിവിശേഷങ്ങൾ അറിയുന്നവനായതുകൊണ്ട് ഭഗവാനെ അവിടുന്ന് ഒന്നിനോടും ഒരിക്കലും ചേരാതിരിക്കുന്നവനാണ്. എന്നാൽ എല്ലാറ്റിൻ്റെയും അധിഷ്ഠാതാവും ആണ്. എന്തുകൊണ്ടെന്നാൽ അങ്ങയിൽ വിശ്വത്തിന്റെ സംബന്ധമില്ലാത്തത് കൊണ്ട് തന്നെ അങ്ങക്ക് സംബന്ധമില്ല. അപ്പൊ അതുകൊണ്ട് ഒന്നിനും ചേരണില്ലെങ്കിലും എല്ലാത്തിന്റെ അധിഷ്ഠാതാവാണേനും. ഭഗവാൻ വിശ്വരൂപമായി വർത്തിച്ചിരിക്കുന്നതും അവിടുന്ന് തന്നെ, അതിൻ്റെയും അധിഷ്ഠാനം അവിടുന്ന് തന്നെയാണ്. ഇങ്ങനെ ലോകത്തിന്റെ അധ്യാസത്തെയും അപവാദത്തെയും കണ്ടിരിക്കുന്നവനും അവിടുന്ന് തന്നെയാണ്. അതായത് ലോകോൽപ്പത്തി നാശങ്ങൾക്ക് സാക്ഷിയായിട്ടിരിക്കുന്നതും അവിടുന്ന് തന്നെയെന്ന്. അതുമാത്രമല്ല, ഈ ലോകത്തിന്റെ ഹേതുവും അങ്ങ് തന്നെ, അതിന്റെ അധ്യാസത്തിനും അപവാദത്തിനും അവിദ്യക്കും വിദ്യക്കും കാരണം അവിടുന്ന് തന്നെ. ഇത് രണ്ടും പ്രകൃതിയുടെ രൂപഭേദങ്ങളാണ്. ഈ പ്രകൃതി അങ്ങയെ ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രകൃതിയുടെ ആശ്രയഭൂതനായ നിന്തിരുവടി തന്നെ അധ്യാസ അപവാദങ്ങൾക്കും കാരണഭൂതൻ. അതുകൊണ്ട് സർവഗതിജ്ഞത്വം, സർവാധിഷ്ഠാതൃത്വം, ആത്മാരാമത്വം മുതലായിട്ടുള്ള ഐശ്വര്യത്തിന്റെ സ്വരൂപമായിരിക്കുന്ന നിന്തിരുവടിക്ക് നമസ്കാരം എന്നാണ് അവർ പറയുന്നത്. അതായത് ജാഗ്രത അവസ്ഥയുടെ സാക്ഷി വിശ്വൻ, സ്വപ്നാവസ്ഥയുടെ സാക്ഷി തൈജസൻ, സുഷുപ്തി അവസ്ഥയുടെ സാക്ഷി പ്രാജ്ഞൻ. അപ്പൊ അതുകൊണ്ട് ഭഗവാനെ അവിടുന്ന് അവസ്ഥാത്രയം നിമിത്തം വിശ്വാദിനാമങ്ങളെ ധരിക്കുന്നവനാണെങ്കിലും ഈ അവസ്ഥാത്രയത്തിന്റെ ഭാവാഭാവങ്ങളെ കണ്ടും അതോട് ചേരാതെയും ഇരിക്കുന്നവനാണ്. സാക്ഷിയാണ്, പക്ഷെ അതിനോടൊന്നും ചേരണില്ല. അപ്പൊ എന്തായി? ഭഗവാനെ അവിടുന്ന് വിശ്വനും അവിശ്വനുമാണ്. മായ കൊണ്ട് അതത് അവസ്ഥകളായിട്ടും അവസ്ഥകൾക്ക് സാക്ഷിയായിട്ടും ഇരിക്കുന്ന അങ്ങേക്ക് നമസ്കാരം. ത്വം ഹ്യസ്യ ജന്മസ്ഥിതി സംയമാൻ പ്രഭോ ഗുണൈ അനീഹോ കൃതകാല ശക്തി ദൃക് തത്തൽ സ്വഭാവാൻ പ്രതിബോധയൻ സദാ സമീക്ഷയാമോഘ വിഹാര ഈഹസേ. ഹേ പ്രഭോ, അങ്ങ് എല്ലാറ്റിനും സമർത്ഥനാണ്. ആപ്തകാമനായ നിന്തിരുവടിക്ക് യാതൊരാവശ്യവുമില്ലെങ്കിലും ത്രിഗുണങ്ങളെ കൊണ്ട് നിന്തിരുവടി ഈ ലോകത്തെ ഉണ്ടാക്കി രക്ഷിച്ച് നശിപ്പിക്കുന്നു. ഇതിനു വേണ്ടി അങ്ങയുടെ നോട്ട നിമിത്തം, ഒരു ഈക്ഷ എന്ന് പറയില്ലേ, ഈക്ഷണം നിമിത്തം ആദ്യമായി ഉണർന്ന കാലശക്തിയെ അവിടുന്ന് അങ്ങയ്ക്ക് അധീനമാക്കുന്നു. അപ്പോ പ്രകൃതിയില് സംസ്കാര രൂപേണ കിടക്കുന്ന പ്രാണിവർഗങ്ങളുടെ വാസനകള് ഉണരുന്നു. അപ്പൊ വാസനകളെ അനുസരിച്ച് പ്രവൃത്തികൾ നടത്താൻ മതിയായ ഓരോരോ ശരീരങ്ങള് അവിടുന്ന് അവർക്ക് നൽകണു. അവയെ രക്ഷിക്കുകയും ആ ശരീരം കൊണ്ട് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ വരുമ്പോ അവയെ സംഹരിച്ച് നൂതന ശരീരങ്ങൾ പ്രാണികൾക്ക് നൽകുകയും ചെയ്യുന്നു. ആപ്തകാമനായ ഭഗവാൻ ഈ വിധം പ്രവർത്തിക്കുന്നത് എന്തിനാ എന്ന് ശങ്കിക്കണ്ട. ജീവന്മാരുടെ അവിദ്യാബന്ധം നശിപ്പിച്ച് സ്വരൂപസുഖം നൽകുന്നതിന് ഉപകരിക്കുന്ന ഭഗവാന്റെ ഈ ലീല ജീവികൾക്ക് അനുഗ്രഹ ഹേതുവായതുകൊണ്ട് ഏറ്റവും സഫലമാണ്. തമേവ സാധുകർമ്മ കാരയതി യമൂർധ്വം നിനീഷതി തം അസാധുകർമ്മ കാരയതി യമധോ നിനീഷതി. ശ്രുതിവാക്യാണ്. അതായത് ആരെ ഉയർത്താൻ ഭഗവാൻ വിചാരിക്കുന്നുവോ അവനെ കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യിക്കുന്നു. ആരെ താഴ്ത്താൻ ആഗ്രഹിക്കുന്നുവോ അവനെ കൊണ്ട് അസത്ത് കർമ്മം ചെയ്യിക്കുന്നു. നല്ലതും ചീത്തയും ചെയ്യിക്കുന്നത് ഭഗവാൻ തന്നെയാണെന്ന് അർത്ഥം. അതുകൊണ്ട് പ്രാണികളിൽ
അപ്പൊ എങ്ങനെ അപരാധം ഉണ്ടാവുക എന്ന് വിചാരിക്കണ്ട. ഇങ്ങനെ സാധു അസാധു കർമ്മങ്ങൾ ചെയ്യിക്കണത് ഭഗവാന് ഒരു ലീല. ആ ലീല നിമിത്തം ജീവന്മാർക്ക് ധർമാർത്ഥ കാമ മോക്ഷ പുരുഷാർത്ഥങ്ങളിൽ ഏതേതിനെ പ്രാപിക്കാൻ അധികാരമുണ്ടോ അതിനെ പ്രാപിക്കാൻ ഇടവരികയും ചെയ്യുന്നു എന്നാണ് ശ്രുതിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. കർത്താവും കാരയിതാവുമല്ലാത്ത സർവേശ്വരൻ നന്മ തിന്മകൾ ചെയ്യിക്കുന്നു എന്നതിന്റെ സാരം എന്താ? അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഈശ്വര സാന്നിധ്യം കൊണ്ടാണ് സംസ്കാര രൂപേണ അന്ധക്കരണ ലീനങ്ങളായ വാസനകൾ ഉണരുന്നത്. അങ്ങനെ ആ വാസനാരൂപ കർമ്മങ്ങളുടെ ഫലം അതത് പ്രാണികൾക്ക് നൽകുകയും ചെയ്യണു ഭഗവാൻ. അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ അല്ലെങ്കിൽ അതായത് ഈശ്വര സാന്നിധ്യം പ്രവൃത്തികൾക്ക് കാരണമാകയാൽ ഈശ്വരൻ ചെയ്യിക്കുന്നു എന്ന് അർത്ഥം. അത്രേ ഉള്ളൂ. തസ്യൈവദേമോ തനവസ്ത്രിലോക്യാം ശാന്താ ശാന്താ ഉദമൂഢയോനയ ശാന്താ പ്രിയാസ്തേ ഹ്യധുനാവിതും സതാം സ്ഥാതുശ്ചതേ ധർമ്മപരീപ്സയേ ഹത. ലോക സൃഷ്ടിയാദി ലീലകൾ നടത്തുന്ന നിന്തിരുവടിയുടെ ലീലാദേഹങ്ങൾ തന്നെയാണ് ഈ 3 ലോകത്തിൽ കാണപ്പെടുന്ന ശരീരങ്ങളൊക്കെ. സത്വഗുണം ശാന്തം, രജോ ഗുണം അശാന്തം അല്ലെങ്കിൽ ഘോരം, തമോ ഗുണം മൂഢം. ഈ 3 ഗുണങ്ങളെ കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന ശരീരങ്ങളും ഗുണാനുസാരേണ ശാന്തങ്ങളും ഘോരങ്ങളും മൂഢങ്ങളുമായിരിക്കുന്നത് സ്വഭാവമാണ്. ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടി അവതരിച്ചിരിക്കുന്ന ഭഗവാനെ അവിടുന്ന് ഇപ്പോൾ ധർമ്മിഷ്ഠരായ ശാന്തചിത്തരെ രക്ഷിക്കാൻ ഒരുങ്ങിയിരിക്കുന്നത് കൊണ്ട് സാത്വികരായ സത്തുക്കളെ അങ്ങ് ഇഷ്ടപ്പെടുകയും അശാന്തരും മൂഢരുമായവരെ ശാസിക്കുകയും ചെയ്യുന്നു. എല്ലാം നിന്തിരുവടിയുടെ ലീലാദേഹങ്ങളായിരിക്കെ ചിലരെ സ്നേഹിക്കുകയും ചിലരെ വെറുക്കുകയും ചെയ്യുന്നത് അവതാര പ്രയോജനം സാധിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതാണ് അതിന്റെ സൂചന. അപരാധ സഹൃൽ ഭർത്രാ സോഢവ്യസ്വ പ്രജാകൃത ക്ഷന്തുമർഹസി ശാന്താത്മൻ മൂഢസ്യ ത്വാം അജാനത. തന്റെ പ്രജകൾ ചെയ്യുന്ന കുറ്റത്തെ സ്വാമി ഒരിക്കൽ പൊറുക്കേണ്ടതാണ്. അതാണ് ലോക നിയമം. അവര് പറയാ പാലിക്കാനായിട്ട് അവതരിച്ചിരിക്കുന്ന ശാന്തമൂർത്തിയായ നിന്തിരുവടിക്ക് അവിടുത്തേക്ക് ക്ഷമ തന്നെയാണ് ഉചിതം. തമോ ഗുണശീലനായ ഇവൻ നിന്തിരുവടിയെ അറിയാതെ പ്രവർത്തിച്ചതല്ലേ. അതുകൊണ്ട് അങ്ങ് ഇദ്ദേഹത്തിന്റെ അപരാധം ക്ഷമിക്കുക തന്നെ വേണം എന്നാ പത്നിമാര് പറയാ. ഇനി അങ്ങയുടെ ഹിതം മാത്രമല്ലാതെ അഹിതം വല്ലതും അവൻ പ്രവർത്തിക്കുകയാണെങ്കിൽ അപ്പോ നിശ്ചയമായും അവനെ ദണ്ഡിച്ചോളൂ. ഇപ്പോ അദ്ദേഹത്തിന്റെ അപരാധം പൊറുക്കണേ. അങ്ങയുടെ മഹിമയൊന്നും അറിയാതെ ചെയ്തതാണ് അവൻ ഈ അപരാധങ്ങളൊക്കെ. അതുകൊണ്ട് ക്ഷമിക്കണേ. അങ്ങയ്ക്ക് ക്ഷമയാണ് ഉചിതം എന്നാണ് അവര് പറയുന്നത്. ഒരു തവണയെങ്കിലും ക്ഷമിക്കണ്ടേ. അനുഗൃഹീഷ്വ ഭഗവൻ പ്രാണാൻ ത്യജതി പന്നഗ സ്ത്രീണാം ന സാധുശോച്യാനാം പതി പ്രാണ പ്രതീയതാം. ഹേ ഭഗവൻ, നിന്തിരുവടിയുടെ അനുഗ്രഹം കൂടാതെ ഇവന് മറ്റു യാതൊരു ഗതിയും ഇല്ല. ഇതാ ഇവൻ പ്രാണനോട് വേറിടാൻ പോകുന്നു. ഇപ്പൊ ഇവന്റെ പ്രാണൻ പോകും. ഇനി ഇവനെ നിന്തിരുവടി വിട്ടയക്കണേ എന്ന് തന്നെയല്ല, സാധുക്കളുടെ ദയയ്ക്കും പാത്രീഭൂതകളും സ്ത്രീകളുമായ ഞങ്ങളുടെ ജീവന്റെ ജീവനായ ഞങ്ങളുടെ ഈ ഭർത്താവിനെ അംഗഭംഗം കൂടാതെ ഞങ്ങൾക്ക് തന്നെ നിന്തിരുവടി തിരിച്ചു തരണേ എന്ന് അവര് പ്രാർത്ഥിക്കുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.